ഞാനിന്ന് എത്തിയത് നമ്മളെ കോഴിക്കോട് നഗരമധ്യേ നമ്മളെ മാനാഞ്ചിറ സ്ക്വയറിൽ ഡ്രാഗൺ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഡ്രാഗനെ കാണാൻ പോകുന്ന അവസാനത്തെ ആൾ ഞാനാണ്. അപ്പോൾ ഞാനിവിടെ എത്തിയത് ക്രിസ്മസിൻ്റെ അന്നാണ്. നല്ല റഷാണ് ഇന്ന് വന്ന ദിവസം. നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വിട്ട് സെറ്റപ്പ് ആയിട്ടുണ്ട്. ആന മുതൽ ഡ്രാഗൺ വരെ ഉണ്ട് എന്നാണ് കേട്ടത്. അപ്പോൾ നമ്മളെ താരത്തിനെ ആദ്യം തന്നെ കാണുക. ഇതിൻ്റെ കുറച്ച് ഷോട്ടുകൾ നമുക്ക് ആദ്യം കണ്ടാലോ. ഇതാണ് ഇതിൻ്റെ തലഭാഗം വരുന്നത് കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ 4 സൈഡും ഒന്ന് കണ്ടു വന്നാലോ. എന്തായാലും ഈ മാനാഞ്ചിറ സ്ക്വയർ മൊത്തം ലൈറ്റിൻ്റെ സെറ്റപ്പാണ്. ഓരോ സംഭവങ്ങൾ അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡ്രാഗൺ ആട്ടോ. കാരണം ഈ ഡ്രാഗൻ്റെ വലിപ്പം തന്നെ കണ്ടോളി നിങ്ങൾ. ഞാൻ അപ്പോൾ തല മുതൽ വാല് വരെയുള്ള ഭാഗം ഒന്നും കൂടെ കാണിച്ചു തന്നാലോ. ഇത്ര നീളത്തിലാണ് കേട്ടോ ഇവിടെ ഡ്രാഗൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആന കുറച്ച് ചെറിയ ആനയാണ്, പക്ഷേ അടിപൊളിയായിട്ടുണ്ട്. പല കളറിലാണ് ആന ഉള്ളത്. പിന്നെ ഒരു മാൻകുട്ടീനെയും കണ്ട് അതിൻ്റെ അടുത്തൊരു മരവും കണ്ടു, അത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മളെ കാട്ടിലെ രാജാവ്, അതെന്തായാലും റിയലായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അതാ ഒരു മരത്തിൻ്റെ അകത്തുനിന്ന് ഫുൾ LED ഒരു മഴ പോലെ ചെയ്യുന്നത്. ഇത് കണ്ടാൽ നമുക്കൊരു ഐസ് ക്യൂബ് ആയിട്ടാണ് തോന്നിയത്. കറക്റ്റ് സ്ക്വയറിൽ നല്ല നീല ലൈറ്റൊക്കെ കൊടുത്തിട്ട്. ഇതെന്താ സംഭവം എന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. കൂണൊക്കെ മാതിരി ഉണ്ട്. എന്തായാലും ഇവിടെ നിന്നൊക്കെ കുറേ ആൾക്കാർ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് റിങ് ആയിട്ടുള്ള ലൈറ്റും കണ്ട്. ഇതും അവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷനാണ്. കാരണം നല്ല ഹൈറ്റിലാണ് ഈ സംഭവം നിൽക്കുന്നത് കേട്ടോ. എന്തായാലും ഇവിടെ നല്ല റഷാണ്. കാരണം ഇത് സെറ്റ് ചെയ്ത ആൾക്കാർ എന്തായാലും സമ്മതിക്കണം. നിങ്ങൾ ഈ ആർട്ട് കാണാനാണ് ഇത്രയും ജനങ്ങൾ ഇവിടെ കൂടി നിൽക്കുന്നത്. എന്തായാലും നമ്മൾ അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് മഴ പെയ്യുന്ന പോലത്തെ ഒരു ലൈറ്റിങ് കൂടെ കണ്ടാലോ. ഇത് ഞാൻ കുറച്ച് ക്ലോസപ്പ് ആയിട്ടുള്ള ഷോട്ടുകളാണ് എടുത്തത്. ശരിക്കും നമ്മളെ മേലേക്ക് മഴത്തുള്ളി വീഴുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ ഇവിടെ വരാത്തവരൊക്കെ എന്തായാലും വന്നോളി. ജനുവരി 2-ാം തീയതി വരെ ഇവിടെ ഈ ലൈറ്റിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാവും. എന്തായാലും 2026 വരവേൽക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പുതുമയുടെ വെളിച്ചം ആയിട്ടാണ് നമുക്കിത് തോന്നുന്നത്. എല്ലാവർക്കും 2026 അടിപൊളിയാവട്ടെ. ഇത്ര ആൾക്കാർ ഇവിടെ റഷായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ ഞാൻ വന്നത്. കുറേ ആൾക്കാർ ഇതാ കയറുന്ന ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പുറത്തിറങ്ങി കഴിഞ്ഞാലും ലൈറ്റിങ്ങിൻ്റെ ഓരോ സംഭവങ്ങൾ തന്നെയാണ് പുറത്തും കാണുന്നത്. കാരണം കുട്ടികൾക്കൊക്കെ വാങ്ങി കളിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസ് എടുത്ത് ഞാൻ കുറച്ച് അങ്ങോട്ടും കമ്പനിക്കാരോടൊക്കെ കുറച്ച് സൊറൊക്കെ പറഞ്ഞ് പുറത്ത് ചാടിയിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആ കുളത്തിൻ്റെ അടുത്തുള്ള ഷോട്ടും കൂടെ കണ്ടാലോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു.